ഭൂമിയിൽ ദൈവം തരുന്ന ദാനങ്ങളിലും സമ്മാനങ്ങളിലും ഏറ്റവും വലുത് നമ്മുടെ കുടുംബമാണ്. അതിൽ വലിയൊരു സമ്മാനം ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ദൈവം വച്ചിട്ടില്ല. ആ കുടുംബത്തിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദാനങ്ങളെക്കുറിച്ചുള്ളൊരു ജ്ഞാനം, ദൈവം തരുന്നതായ ദാനങ്ങളെക്കുറിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരാകുവാൻ നമ്മെ പ്രേരിപ്പിക്കുക, സഹായിക്കുക, ദൈവഭയം നമ്മളിൽ ഉളവാക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം കർത്താവ് നമുക്ക് വീണ്ടും തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭാത വചനം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷപ്രദമാണെങ്കിൽ ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുവാൻ, ദൈവകൃപകളെ പ്രാപിപ്പാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും ഈ കൃപകളെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ സന്ദേശങ്ങൾ അവർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക, അനുഗ്രഹത്തെ പ്രാപിക്കുക. ദൈവം ചോദിക്കുന്ന 5 ചോദ്യങ്ങളെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വിഷയം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവം തരുന്ന സമ്മാനങ്ങളെല്ലാം വെറുതെ സമ്മാനം തന്നിട്ട് അങ്ങ് പോവുകയല്ല. ആ സമ്മാനങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു, എങ്ങനെ നിനക്ക് പലതും നഷ്ടമായി, ഈ കണക്കുകളെല്ലാം ദൈവം ചോദിക്കും. ആ ചോദ്യത്തിന് ദൈവം തൃപ്തികരമായ ഒരു മറുപടി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കുക, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 1-ാം ചോദ്യം. ആദാമിനോട് ദൈവം ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെ? ആദ്യത്തെ ചോദ്യമാണ്, നീ എവിടെയാണ്? സാധാരണയായി ഞാൻ വരുമ്പോൾ നീ എന്നെ സന്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു തണലുണ്ട്. അവിടെ നിന്നെ കണ്ടില്ല. എന്തോ കാരണങ്ങളുണ്ട്. ആ കാരണം ദൈവത്തിന് അറിയാം. എങ്കിലും നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ദൈവം ചോദിക്കുന്നു, ആദാമേ നീ എവിടെയാണ്? പേഴ്സണൽ ക്വസ്റ്റ്യൻ, വ്യക്തിപരമായ ചോദ്യം. നിന്നെ ദൈവം തോട്ടത്തിലാക്കിയത് ചില ഉത്തരവാദിത്തങ്ങൾ തന്നു, തോട്ടത്തെ കാക്കുവാൻ. അവിടെ ദൈവം സൃഷ്ടിച്ചതായ മരങ്ങളൊക്കെയും നിനക്ക് മറവായിരിക്കുവാൻ ഉപയോഗിക്കേണ്ടതല്ല, പക്ഷെങ്കിൽ നിനക്ക് തണലായിരിക്കുവാനും ആശ്വാസമായിരിക്കുവാനും അതിൻ്റെ ഫലങ്ങളൊക്കെയും നിന്റെ ജീവിതത്തിൽ ജീവനിൽ വളരുവാൻ നിന്നെ ഉതകുന്നതും ആകേണ്ടതിന് ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ നിന്നിൽ തെറ്റ് സംഭവിച്ചപ്പോൾ ആ മരത്തെ നീ മറയാക്കി. നീ വിചാരിച്ചു ദൈവത്തിനും ആ മരം മറയായിരിക്കും. അല്ല, അങ്ങനെയല്ല. ആ മരങ്ങളെ സൃഷ്ടിച്ച ദൈവം, ഒന്ന് ഓർക്കുക, ഈ ഭൂമിയിൽ ദൈവം കാണാത്തതായിട്ടൊന്നും സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ മുൻപിൽ ഇതെല്ലാം മറയായിരിക്കുന്നെങ്കിലും ദൈവത്തിന് മുൻപിൽ സകലതും ട്രാൻസ്പെറൻ്റ് ആണ്, സ്ഫടിക തുല്യമാണ്. അത് അടുത്തുള്ളതിനെ കാണാം, ദർശിക്കാം, ദൂരത്തുള്ളതിനെ ഒക്കെ അതിൽ കൂടെ കാണാം. മരം ദൈവത്തിൻ്റെ ദൃഷ്ടിയാണ്, ദൈവം കൽപ്പിച്ചാക്കിയതാണ്. അതൊക്കെ അതിൽ കൂടെ ദർശിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇത് മറമായിരിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ നമ്മളിൽ ഒരു ഭയമുണ്ടാകും. നമ്മൾ പിന്നെ ആ മരത്തെ നമ്മൾ മറയായി ദൈവസന്നിധിയിൽ ഉപയോഗിക്കുകയില്ല. ദൈവം ആദാമിനെ വിളിച്ചു, ആദാമേ നിനക്ക് എന്ത് പറ്റി? നീ എവിടെയാണ്? ആ സ്ഥാനത്ത് നിന്നെ കണ്ടില്ലല്ലോ. ആദ്യം കുറ്റം സമ്മതിക്കുന്നതിന് മുൻപ് അവൻ ഒരുപാട് കുറ്റങ്ങൾ തൻ്റെ ഭാര്യയുടെ മേളിൽ ആദ്യം കുറ്റം ചാർത്താൻ നോക്കി, പാമ്പിൻ്റെ മേളിൽ ചാർത്താൻ നോക്കി, മരത്തെക്കുറിച്ച് കുറ്റം പറയാൻ നോക്കി. താണുകിടക്കുന്ന ഫലങ്ങൾ കൈകൊണ്ട് പറിക്കാവുന്ന ഉയരമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഒരുപാട് ന്യായങ്ങൾ ദൈവത്തോട് പറഞ്ഞു കാണും. എന്നാൽ ദൈവം അതെല്ലാം മാറ്റിവെച്ചിട്ട് വ്യക്തിപരമായ തോൽവിയെക്കുറിച്ച് സമ്മതിക്കേണ്ടതിന് വേണ്ടി ആദാമുമായിട്ട് ദൈവം വാഗ്വാദം ചെയ്യുകയാണ്. നീ എവിടെയാണ് എന്നുള്ളതായ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. രണ്ടാമത്തെ ചോദ്യം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. കയീനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? കയീനെ, നിന്റെ സഹോദരൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യം കേട്ടപ്പോൾ കയീൻ പൊട്ടിത്തെറിച്ചു. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്, എനിക്ക് ആ ഉദ്യോഗം വല്ലതുമുണ്ടോ? ദൈവം അവനോട് പറഞ്ഞു, യെസ്, നിന്റെ സഹോദരനെ കുറിച്ചുള്ളതായ കണക്ക് ബോധിപ്പിക്കുവാൻ നീ ബാധ്യസ്ഥനാണ്. ദൈവമാണ് നിനക്ക് സഹോദരനെ തന്നത്, സഹോദരിയെ തന്നത്. ബന്ധങ്ങൾ
ഭൂമിയിൽ ദൈവമാണ് തന്നിരിക്കുന്നത്. അതിനെ സൂക്ഷിക്കുവാൻ, ദൈവത്തോട് കണക്ക് കൊടുക്കുവാൻ നീ ബാധ്യസ്ഥനാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ, അതിനെന്തെങ്കിലും ഛേദം വന്നാൽ, അതിനെ വന്യമൃഗങ്ങൾ ആക്രമിച്ചാൽ, ശത്രുക്കൾ ആക്രമിച്ചാൽ, ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയാൽ, അവരുടെ ജീവന് അപായമുണ്ടായാൽ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുവാൻ നീ ബാധ്യസ്ഥനാണ്. കാരണം നീ അവർക്ക് വേണ്ടി കാവൽ ചെയ്തില്ല. നിന്റെ പ്രാർത്ഥന അവർക്ക് കാവലായി, കോട്ടയായി നിന്നില്ല എന്നുള്ളത് ദൈവം ഒരു കാരണമായി കണക്കാക്കും. ദൈവം നിന്നോട് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബുദ്ധിയിൽ ഒക്കെ നമ്മൾ ചിന്തിച്ചേക്കും നാം അവർക്ക് കാവൽക്കാരനാണോ? ദൈവം പറയുന്നു യെസ്. നമ്മെ മൂത്ത ജ്യേഷ്ഠന്മാരായി, മൂത്തവരായി അല്ലെങ്കിൽ ഇളയവരായി, സഹോദരങ്ങളായി ദൈവം സൃഷ്ടിച്ചത്, നമുക്ക് സഹോദരങ്ങളെ തന്നത് ദൈവമാണ്. നമുക്ക് സ്നേഹിപ്പാനും സഹവർത്തിക്കുവാനും കൂടെ നടക്കുവാനും അല്ലെങ്കിൽ ആ ബന്ധങ്ങളെ സ്ഥാപിക്കുവാനും പ്രശംസയായിരിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ പ്രശംസ എപ്പോഴും അതിൻ്റെതായ ബഹുമാനത്തോടും മാനത്തോടും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മൂന്നാമത്തെ ചോദ്യം അബ്രഹാമിനോട് ചോദിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അബ്രഹാമേ, നിന്റെ ഭാര്യ സാറ എവിടെ? പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് അബ്രഹാം ഭയന്നുപോയി. എൻ്റെ ഭാര്യ കൂടാരത്തിനകത്തുണ്ട്, വിളിക്കുക അവളെ. എന്തുകൊണ്ട്? ഞാൻ നിന്നോട് പറയുന്നതായ വാഗ്ദത്തങ്ങളൊക്കെ നിനക്ക് വേണ്ടി മാത്രമല്ല, അവളിൽ കൂടെയാണത് സാധ്യമാക്കേണ്ടത്. ദൈവം തരുന്നതായ വാഗ്ദത്തങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ കൂടെയല്ല, അത് പ്രാവർത്തികമാകുന്നത് നമ്മുടെ ഭാര്യയിൽ കൂടെയാണ്, കുടുംബമായിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യേണ്ടതായ വാഗ്ദത്തമാണ്. കല്ലിൽ നിന്ന് പോലും സന്തതികളെ ജനിപ്പിക്കുന്നതായ വാഗ്ദത്തം, സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി, അത് നിങ്ങളിൽ അക്ഷരികമായി പ്രകടമാകേണ്ടത് ഒരുത്തനിൽ കൂടെ അല്ല, നിന്റെ ഭാര്യ സാറയിൽ കൂടെ മാത്രമേ അത് പ്രാവർത്തികമാകുകയുള്ളൂ. അത് കേൾക്കേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും ചേർന്നുള്ള ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവത്തോടുള്ളതായ ബന്ധം, ദൈവത്തോട് പറയുന്നതായ കാര്യങ്ങൾ, ദൈവം സംസാരിക്കുന്നതായ കാര്യങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുമ്പോഴാണ്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് ദൈവസന്നിധിയിൽ പങ്കിടുമ്പോഴാണ് അക്ഷരീകമായി നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്നു. ഇല്ല എങ്കിൽ ദൈവസന്നിധിയിൽ അത് പ്രസാദമാകുകയില്ല. ദൈവം അബ്രഹാമിനോട് ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ സാറ എവിടെ? നമ്മൾ നമ്മുടെ ഭാര്യയെക്കുറിച്ച് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. നാലാമത്തെ ചോദ്യം, നിന്റെ ഭർത്താവ് എവിടെ? ശമരിയക്കാരി സ്ത്രീയോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം അവളോട് ചോദിക്കുകയാണ്. അവൾ കർത്താവിനോട്, മശീഹയോട് സംസാരിച്ചു. ഏറെ നേരം സംസാരിച്ചപ്പോൾ അവൾക്ക് ജീവജലത്തെക്കുറിച്ച് ഒരു താല്പര്യം. ഈ ജീവജലം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജോലി കുറയുമായിരുന്നു. ദിവസവും ഓടി ഇവിടേക്ക് വെള്ളം കോരുവാൻ വരേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ ജോലി കുറയുമായിരുന്നു. കൂടുതൽ സമയം എനിക്ക് വീട്ടിൽ ചെലവഴിക്കാമായിരുന്നു. അവളിൽ പെട്ടെന്ന് ഒരു ജോലി സൗകര്യത്തിൻ്റെ ആ ഒരു ഇളവാണ് അവളിൽ ഉണ്ടായ വെളിപ്പാട്. അവൾ കർത്താവിനോട് പറയുകയാണ്, ഇന്നാരെന്നറിയാതെ അവൾ പറയുകയാണ്, ഈ ജീവജലം എനിക്ക് തരണമേ, ഞാൻ ഇവിടം വരെ വെള്ളം കോരുവാൻ പാത്രവും ചുമന്ന് വരണ്ടായല്ലോ. യേശു അവളോട് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക, അവൻ എവിടെ? ദൈവം നമുക്ക് തരുന്ന കൂട്ടാളിയെക്കുറിച്ച് നമ്മൾ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ദൈവസന്നിധിയിൽ സമ്മതിക്കണം. അവൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു, എനിക്ക് ഭർത്താവില്ല. ദൈവം അവളോട് പറയുകയാണ്, ഉണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് ലിവിങ് ടുഗദറാണ്. യെസ്. അപ്പോഴേ ഇന്നത്തെ കാലത്ത് മാത്രമല്ല ലിവിങ് ടുഗദർ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് യൗവനക്കാരുടെ ഇടയിൽ ഒരു ട്രെൻഡ് ഉണ്ട്, ലിവിങ് ടുഗദർ. അന്നേ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ദൈവം ഭാര്യ ഭർത്തൃ ബന്ധത്തെ വ്യക്തമായിട്ട് അറിയുന്നു. നമ്മൾ എന്ത് പേരിട്ടിരുന്നാലും ശരി, അത് ഏതെല്ലാം രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നാലും ശരി, ദൈവം അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിധമുണ്ട്. കർത്താവ് അവളോട് പറയുകയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 രജിസ്ട്രേഷൻ നീ ചെയ്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷനെല്ലാം നീ ഇല്ലായ്മ ചെയ്തു. നിന്റെ ഭർത്താവ് നിനക്ക് നഷ്ടമായി പോയി. നിന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഭർത്താക്കന്മാരെ മാറുന്ന സ്വഭാവം നിന്നിൽ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴുള്ളവൻ നിനക്ക് ഭർത്താവാകാതെ ലിവിങ് ടുഗദർ, മോഡേൺ, അവനെ വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര മറച്ചാലും കുടുംബ ബന്ധങ്ങൾ മറയ്ക്കപ്പെടുകയില്ല. ദൈവം അത് വ്യക്തമായി കാണും. കാരണം
ഈ ഭൂമിയിൽ ദൈവം തരുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനം കുടുംബമാണ്, കുടുംബ ബന്ധമാണ്. ആ കുടുംബ ബന്ധത്തിലെ ഐശ്വര്യങ്ങൾ ദൈവസന്നിധിയിൽ വളരെ വ്യക്തമായി അക്കൗണ്ടബിളായി പോകും. അത് ക്രിസ്ത്യാനി എന്നില്ല, വിശ്വാസി എന്നില്ല, അവിശ്വാസി എന്നില്ല, ഇതര മതസ്ഥരെന്നില്ല, രാജ്യക്കാരെന്നില്ല. മനുഷ്യനാണോ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു റെക്കോർഡുണ്ട്, ഒരു അക്കൗണ്ടുണ്ട്, ഒരു ചോദ്യമുണ്ട്. നീ നിന്റെ ഭാര്യയോ ഭർത്താവിനെയോ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ വാക്ക് നിമിത്തം, നിന്റെ പ്രവൃത്തി നിമിത്തം, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം നിമിത്തം, നിന്റെ തെറ്റുകൾ നിമിത്തം, പോരായ്മകൾ നിമിത്തം നിന്റെ ഭർത്താവിനെ നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നിന്റെ ഭാര്യയെ നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ ദൈവം ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ എവിടെ? വിളിച്ചോണ്ട് വരിക എന്ന് ദൈവം നിന്നോട് പറയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അവന് കണക്ക് കൊടുക്കേണ്ടി വരും. 5-ാമത്തെ ചോദ്യം, യെരമ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ദൈവം നിനക്ക് തന്ന മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ എന്ന് പറഞ്ഞാൽ സുന്ദരന്മാരായ ആൺമക്കളും സുന്ദരിമാരായ പെൺകുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ നിനക്ക് തന്നു. വേറെ ആർദേ? അവരെവിടെ? അവർ നിന്നോടൊപ്പം ഉണ്ടോ അതോ മരുഭൂമിയിൽ ചിതറപ്പെട്ടു പോയോ? ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ? 1-ാമത്തെ ചോദ്യം, നീ എവിടെ? 2-ാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ? 3-ാമത്തെ ചോദ്യം, നിന്റെ ഭാര്യ എവിടെ? 4-ാമത്തെ ചോദ്യം, നിന്റെ ഭർത്താവ് എവിടെ? 5-ാമത്തെ ചോദ്യം, നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ? അവർ സുന്ദരന്മാരായിരുന്നില്ലേ? നീ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതല്ലേ സുന്ദരന്മാരെ തരണമെന്ന്? സൗന്ദര്യമുള്ള പെൺകുഞ്ഞുങ്ങളെ തരണമെന്ന് നീ ദൈവത്തോട് ചോദിച്ചില്ലേ? ഇപ്പോഴവരെവിടെ? അനാഥശാലകളിൽ. നോക്കൂ, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അനാഥശാലകളിലും തെരുവുകളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കൾ, മിക്കവരുടെയും മാതാപിതാക്കൾ മരിച്ചതല്ല, നഷ്ടപ്പെട്ടു പോയതല്ല, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചതാണ്, കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെച്ചതാണ്. ദൈവം നിനക്ക് തന്നപ്പോൾ മനോഹരികളായിരുന്നു, സുന്ദരന്മാരായിരുന്നു, സുന്ദരികളായിരുന്നു. ഇപ്പോൾ അവർ അംഗഹീനമുള്ളവരായി, ബലഹീനപ്പെട്ടവരായി, ആരുപോലുമില്ലാതെ തെരുവുകളിൽ അലയുന്നവരായി, ഉത്തരവാദിത്വമില്ലാതെ ജീവിതത്തിൽ ചഞ്ചലപ്പെട്ട് അവർ നിന്നോടൊപ്പം ഉണ്ടെങ്കിലും നിന്നോടൊപ്പം താമസിക്കാൻ ഇഷ്ടപ്പെടാതെ നിന്റെ ജീവിതത്തിലെ പോരായ്മകളും നിന്റെ കുടുംബ ജീവിതത്തിലെ അലച്ചിലും അലോക്യങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ബഹളങ്ങളും അടിപിടികളും എല്ലാ കുറ്റാരോപണങ്ങളും കണ്ടും കേട്ടുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരവസരം ദൈവം നിന്നോട് ചോദിക്കുന്നു. സുന്ദരനും സുന്ദരിമാരുമായ ആട്ടിൻകൂട്ടം എവിടെ? അതിന് ഉത്തരം കൊടുക്കേണ്ടതായ ഒരു ദിവസം വരും. ചോദ്യം നിസ്സാരമായ ചോദ്യമല്ല, ന്യായവിധിയുടെ ചോദ്യമാണ്. ന്യായവിധി നിന്റെ പേരിൽ വരുന്നത് ആദ്യമായി നിന്റെ കുടുംബ ബന്ധങ്ങളിലാണ്, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളതായ ബന്ധത്തിലാണ്, ഭാര്യയെ കുറിച്ചുള്ള ബന്ധത്തിലാണ്, ഭർത്താവിനെ കുറിച്ചുള്ള ബന്ധത്തിലാണ്, സഹോദരങ്ങളെ കുറിച്ചുള്ള ബന്ധത്തിലാണ്. ദൈവം തന്നതാണ് ഈ ബന്ധങ്ങളൊക്കെ. ഈ ബന്ധം നമുക്ക് നമ്മുടെ കൈ കൊണ്ട് എറിഞ്ഞു കളയാവുന്നതല്ല, നമ്മുടെ മനസ്സുകൊണ്ട് വെറുക്കപ്പെടേണ്ടതല്ല, നമ്മുടെ വാക്കുകൊണ്ട് നിരാകരിക്കേണ്ടതുള്ളതല്ല. ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടത്, കർത്താവേ, നീ എനിക്ക് ബന്ധങ്ങൾ തന്നു, എനിക്ക് കുടുംബം തന്നു, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു, എനിക്ക് ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു. നീ അതെല്ലാം ഒരു സമയത്ത് നീ ചോദിച്ചു വാങ്ങിച്ചു. എന്നാൽ ദൈവം നിനക്ക് തന്നത് പലപ്പോഴും പലതും റിപ്പയർ ചെയ്യുവാൻ നിന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരുന്നു. പക്ഷേങ്കിൽ നിനക്കത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സാധിക്കാതെ വന്നു. പല പോരായ്മകളും നിന്റെ ജീവിതത്തിൽ നീ കണ്ടു. പക്ഷെങ്കിൽ ആ പോരായ്മകളെ നിർത്തുവാൻ ദൈവം നിനക്ക് ജ്ഞാനം തരാമെന്ന് പറഞ്ഞു, ഉത്തരവാദിത്വം നിനക്ക് കഴിവ് തരാമെന്ന് പറഞ്ഞു, ബുദ്ധി തരാമെന്ന് പറഞ്ഞു, പരിജ്ഞാനം തരാമെന്ന് പറഞ്ഞു, ആരോഗ്യം തരാമെന്ന് പറഞ്ഞു. എന്നാൽ നീയോ നിന്റെ വ്യക്തിപരമായ ചില സ്വാർത്ഥതകൾ നിമിത്തം അതൊന്നും വേണ്ട, അതെന്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞൊഴിയുവാൻ ദൈവസന്നിധിയിൽ പലപ്പോഴും നീ ആഗ്രഹിച്ചു. ദൈവമോ നിന്നോട് ഒരു ദിവസം കണക്ക് ചോദിക്കുവാൻ അതെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബം ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, ഇവിടെയാണ് ദൈവം പ്രസാദിക്കുന്നതായ ബന്ധങ്ങളുടെ മനോഹാരിത. യോശുവയോട് ദൈവം ചോദിച്ചു, അല്ലയോ യോശുവേ, നിന്റെ കുടുംബം എവിടെ? യോശുവ സകല ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര മാധുര്യമായ ഒരു ഡിസിഷൻ. അവൻ പറയുന്ന പോലെ അവരുടെ കുടുംബം കേൾക്കും, അവൻ പറയുന്ന പോലെ അവൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല, നിന്നോടൊപ്പമില്ല, ദൈവത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും
അവർ നിനക്കൊപ്പം വഴങ്ങുന്നവരല്ല എങ്കിൽ ഉത്തരവാദിത്വം നിന്റേതാണ്. ദൈവസ്നേഹത്തെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം അവരിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത് അവരല്ല, നീയാണ്. എന്നാൽ അവരിൽ തിരിച്ചു വരേണ്ടതിന് വി ഹാവ് ടു കം ബാക്ക്. ദൈവം തിരിച്ചു വിളിക്കുക നിന്റെ കുടുംബത്തോടുകൂടി. എവിടെ? ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ വെറും ചോദ്യങ്ങളല്ല. തിരിച്ചു വരുവാൻ ആദാമിനോട് ദൈവം ചോദിച്ചത്, നീ എവിടെയാണ്? മരത്തിന്റെ മറവിൽ നിന്നും തിരികെ വരിക. കയ്യനോട് ചോദിച്ചത്, നിന്റെ സഹോദരൻ എവിടെ? നല്ല ഉത്തരം പറയുക, അതിന് ഉത്തരവാദിയായിരിക്കുക. വാതിക്കൽ നിന്റെ പാപം കിടക്കുന്നു, അതിനെ ചവിട്ടുവാൻ ഇടയാകാതെ ജീവനെ പ്രാപിക്കുവാൻ ദൈവം ചില അടയാളങ്ങൾ നിനക്ക് തരുന്നു. അബ്രഹാമിനോട് പറയുന്നു, നീയും നിന്റെ ഭാര്യയും കൂടെ ഷെയർ ചെയ്യേണ്ടതായ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ. നീ ഒറ്റയ്ക്കല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നു, ജീവജലം പ്രാപിക്കേണ്ടത് നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഭർത്താവിനെ ദൈവസന്നിധിയിൽ വിളിച്ചുകൊണ്ടുവരുമ്പോൾ അതിന്മേലൊരു സമ്മതമാകുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം പറയുകയാണ്, അവർ മനോഹര രൂപികളാണ്, മുത്തുകളാണ്. ദൈവം അവരെ കുറിച്ച് പറയുന്നത്, സുന്ദരികളായിട്ടുള്ളതായ ആട്ടിൻകൂട്ടം എവിടെ? ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. അവരിൽ ചിലപ്പോൾ അംഗഹീനമുണ്ടായെന്നിരിക്കാം, അവരിൽ ചിലപ്പോൾ പോരായ്മകൾ കണ്ടിരിക്കാം. ദൈവസന്നിധിയിൽ അവർ സുന്ദരന്മാരാണ്, സുന്ദരിമാരാണ്. അനേക സൗന്ദര്യം നിനക്ക് കാണാൻ കഴിയാത്തത് ദൈവം അവരിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. അവരിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യം എന്തെന്ന് ഗ്രഹിക്കുവാനുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നിനക്ക് ഉത്തരവാദിത്വവും ബാധ്യസ്ഥതമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്പം ഈ സന്ദേശം നീണ്ടുപോയി. കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലെവലിലൊന്നും സമയം നിൽക്കത്തില്ല, അതങ്ങ് മുന്നോട്ട് പോകും. വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ സന്ദേശം ഞാൻ ഇവിടെ നിർത്തട്ടെ. ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നീ എവിടെ? നിന്റെ കുടുംബം എവിടെ? ആ കുടുംബത്തെ കുറിച്ചുള്ള ഉത്തരവാദിത്തം. ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ളതായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ ഇതാ ദൈവം പ്രസാദിക്കുന്നു. ഇവിടെയല്ലോ ദൈവത്തിന്റെ കാഴ്ചപ്പാട് അത് നിനക്ക് ഉത്തമമായി, നിനക്ക് ഉപകാരപ്രദമായി ഭവിക്കപ്പെടുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരവും എത്ര ശുഭവുമാകുന്നു. അതൊന്ന് ദൈവം പ്രസാദിക്കുകയാണ്, മനുഷ്യർ പ്രസാദിക്കുകയാണ്, വിശുദ്ധന്മാർ പ്രസാദിക്കുകയാണ്. ഈ മനോഹരമായ ഭാഗ്യാവസ്ഥ നമ്മെ തേടി നമ്മുടെ കുടുംബത്തിലേക്ക് വരട്ടെ. God bless you.